സത്യത്തിൽ റഷ്യൻ യുക്രൈൻ വാറിനെയൊക്കെ നമ്മൾ സർവൈവ് ചെയ്തു, കോവിഡിനെ നമ്മൾ സർവൈവ് ചെയ്തു. പക്ഷേ ഈ ട്രംപ് എന്ന് പറയുന്ന വട്ടൻ്റെ താരിഫ് വാറാണ് ഇതിനെല്ലാം വഷളാക്കിയത്. ഇറാൻ അവിടെ ഹോർമൂസ് കടലിടുക്ക് തടയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കക്ഷികളെല്ലാം അമേരിക്കയുടെ നേതൃത്വത്തിൽ കക്ഷികളായിട്ട് പോയിട്ട് ഒന്നായിട്ട് കയറി നിരങ്ങിക്കഴിഞ്ഞാൽ ഇറാൻ ഇല്ല, തീർന്നു. അങ്ങനെ തീരാതിരിക്കുന്നതിൻ്റെ കാരണം ഇതിൻ്റെ ചാമ്പ്യന്മാരായിട്ട് ട്രംപ് മാറുന്നു. ട്രംപ് വട്ടനാണ്, ട്രംപിനെ നമ്പാൻ പറ്റത്തില്ല എന്നുള്ള തോന്നലുണ്ടായി. വിദേശ യാത്രകൾ അനാവശ്യമായത് ഒഴിവാക്കണം എന്നുള്ളതാണ്. അത് കോൺഗ്രസ്സുകാരെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നത്. അവന്മാരിപ്പം മുഴുവൻ ഫ്ലൈറ്റ് കയറി നടന്നുകൊണ്ടിരിക്കുക. ഉള്ള ക്രൂഡ് മുഴുവൻ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമ്പോഴത്തേക്ക് കേരളത്തിലെ കോൺഗ്രസ്സുകാരൊക്കെ തീർക്കും. ശരിക്കും പറഞ്ഞാൽ അടുത്ത അപകടം എന്ന് പറയുന്നത് നമ്മുടെ തൂത്തുക്കുടി പോർട്ട്, നമ്മുടെ വിഴിഞ്ഞം പോർട്ട്, നമ്മുടെ അഹമ്മദാബാദ് പോർട്ട്, ഇവിടെ ഒന്നും ഒരു കപ്പലും വരാനുണ്ടാവില്ല. കൂടുതൽ കപ്പലുകൾ വരാനുള്ള സാധനങ്ങളും കൊണ്ടാണ് വരാനുള്ളത്. ഈ കപ്പലുകൾക്കൊന്നും വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും. ഇതെല്ലാം അടഞ്ഞു കിടക്കും. അവിടെ കിടക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾ തൊഴിലില്ലാത്തവരായിട്ട് മാറും. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, ഇന്ന് പ്രധാനമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പുറത്തേക്കുള്ള യാത്രകൾ മാക്സിമം ഒഴിവാക്കണം, വീട്ടിൽ നിന്ന് തന്നെ ജോലി ചെയ്യണം, അങ്ങനെ ലോക്ക്ഡൌണിന് തുല്യമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ 60 ദിവസത്തേക്ക് നമ്മുടെ എണ്ണ LPGയിലൊന്നും വേറെ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് പ്രധാനമന്ത്രി ഉറപ്പും തരുന്നുണ്ട്. ഈ ഒരു ഇന്ധനക്ഷാമത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, ഇന്ധനക്ഷാമം എന്ന് പറയുമ്പോൾ നമ്മളൊരു കൺസ്യൂമർ കൺട്രിയാണ്, ഉപഭോക്തൃ രാജ്യമാണ്. നമ്മളുടെ ഓൺ പ്രൊഡക്റ്റ് നമുക്ക് വല്ലാതില്ല, നമുക്ക് ഡെപ്പോസിറ്റ് ഇല്ല ഇതിൻ്റെ ഒന്നും. നമുക്ക് പരിവേഷണങ്ങൾ നടക്കുന്നുണ്ട്, ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അത് മൈനിങ് നടത്തി എടുക്കണമെന്നുണ്ടെങ്കിൽ ആ സാധനം 1000 രൂപയ്ക്ക് വിറ്റാലും മുതലാവാത്ത മാതിരിയാണ്. നമ്മൾ നാളെ എന്തെങ്കിലും ശരിയാവും എന്ന് എഴുതിയിട്ട് നമ്മൾ മുംബൈയുടെ കടൽ തീരങ്ങളിലും അതുപോലെ തന്നെ മറ്റു പല പ്രദേശങ്ങളിലുമൊക്കെ നമ്മൾ മൈനിങ് നിരന്തരമായിട്ട് നടത്തുന്നുണ്ട്. കൽക്കരി നമുക്ക് നല്ലൊരു ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു, അത് ഏറെക്കുറെയൊക്കെ തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം നമ്മൾ കാലങ്ങളോളം നമ്മുടെ വണ്ടി ഓടിച്ചത് മുഴുവൻ കൽക്കരി ഡെപ്പോസിറ്റ് വെച്ചിട്ടാണ്. ഇപ്പോഴത്തെ സ്ഥിതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 ദിവസത്തേക്കാണ് LPG സ്റ്റോക്ക് ഉള്ളതെന്ന് പറയുന്നു. 60 ദിവസത്തേക്കുള്ള ക്രൂഡും സ്റ്റോക്ക് ഉണ്ടെന്ന് പറയുന്നു. 60 ദിവസത്തേക്ക് ഒരു ക്രൂഡ് ഉണ്ടാവില്ലായിരുന്നു. കാരണം യുദ്ധം തുടങ്ങിയ സമയം തൊട്ട് നമുക്ക് ക്രൂഡ് വരുന്നില്ല. അല്ലാതെ നമ്മൾ ഹോർമൂസിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ക്രൂഡ് വരുന്നില്ല. പക്ഷേ ക്രൂഡ് നമുക്ക് സ്റ്റോക്ക് ഉണ്ടാവാൻ കാരണം 2022 യുക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ സമയത്ത് റഷ്യയുടെ ക്കെതിരെ അപ്രഖ്യാപിതമായ സാമ്പത്തിക ഉപരോധം പല രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടായ സമയത്ത് നമ്മൾ ചുളുവരയ്ക്ക് അവരുടെ ക്രൂഡ് കുറേ വാങ്ങിക്കൂട്ടിക്കൊണ്ടാണ് നമ്മുടെ അടുത്ത് കരുതൽ ശേഖരം ഉള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത് സ്വർണം വാങ്ങുന്നത് നിർത്തണം എന്ന. ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് നിർത്തണം എന്നുള്ളതാണ്. സ്വർണത്തിന് സ്ക്രാപ്പ് ഇരുമ്പിൻ്റെ വില ഉണ്ടാകാൻ പാടുള്ളതെന്ന് അഭിപ്രായപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഒരു രാജ്യത്തിൻ്റെ എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം സ്വർണത്തിൻ്റെ കരുതൽ ശേഖരം വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്ക് കറൻസിയേക്കാൾ വാല്യൂ ഉള്ളതാണ് സ്വർണത്തിൻ്റെ കരുതൽ ശേഖരവും ക്രൂഡിൻ്റെ കരുതൽ ശേഖരവും ഒക്കെ അവരുടെ സാമ്പത്തിക സ്ഥിതിയെ പിടിച്ചു നിർത്തുന്നത്. പക്ഷേ വ്യക്തിപരമായി മനുഷ്യൻ കുറേ സ്വർണം വാങ്ങിക്കൂട്ടുന്നതിനകത്ത് യാതൊരു അർത്ഥവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റ് പല കാര്യങ്ങൾക്ക് ഈ സ്വർണ്ണം എല്ലാം വാങ്ങിക്കൂട്ടും, എന്നിട്ട് ആശുപത്രി ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അപ്പം കൊണ്ടിട്ട് സ്വർണ്ണം എല്ലാം കൂടെ കൊണ്ടിട്ട് പണയം വെക്കും, ബാങ്കുകാർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് കാര്യമായിട്ട് സ്വർണം വാങ്ങുന്നതുകൊണ്ട് ഉണ്ടാക്കുന്നൊരു വിഷയം. സ്വർണത്തോടുള്ള ആ ഒരു ഭ്രമം ശരിക്കും പറഞ്ഞാൽ മലയാളിക്കൊക്കെ മാറേണ്ടതുണ്ട്. മലയാളിക്ക് ഇപ്പോഴും മാറുന്നില്ല. പണ്ടില്ലാത്ത പോലെ അക്ഷയ തൃതീയയുടെ അന്ന് സ്വർണം മേടിച്ച് ഐശ്വര്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അന്ന് സ്വർണ്ണക്കടയിൽ മുഴുവൻ തിരക്കാം. ഈ മേടിക്കുന്ന സ്വർണ്ണം എത്ര ക്യാരറ്റിൻ്റെ ആണെന്ന് പോലും കൃത്യമായിട്ട് അതിൻ്റെ QC ഉറപ്പുവരുത്താൻ പോലും പല കടകളിലും കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുക്കിന് തുടങ്ങുകയാണ്. ഒരാൾ ഒരെണ്ണം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ നാട്ടിലാകെ ഫ്രാഞ്ചൈസി തുടങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൺസ്യൂമർ കൺട്രി എന്ന രീതിയിൽ, ഉപഭോക്തൃ രാജ്യം എന്ന രീതിയിൽ നമ്മൾ കാണിക്കേണ്ടുന്ന ചില കരുതലുകൾ, ചില നിയന്ത്രണങ്ങൾ, അത് പ്രധാനമന്ത്രി പറഞ്ഞത് ഒരു പ്രധാനമന്ത്രി എന്ന രീതിയിൽ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ വളരെ വിഷണറി ആയിട്ടുള്ള അഭിപ്രായമായിട്ടാണ് എനിക്ക് അതിനെക്കുറിച്ച് തോന്നുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ വിഷയത്തിലേക്ക് ഇത്രയും രൂക്ഷമാക്കിയത് സത്യത്തിൽ റഷ്യൻ യുക്രൈൻ വാറിനെയൊക്കെ നമ്മൾ സർവൈവ് ചെയ്തു, കോവിഡിനെ നമ്മൾ സർവൈവ് ചെയ്തു. പക്ഷേ ഈ ട്രംപ് എന്ന് പറയുന്ന വട്ടൻ്റെ താരിഫ് വാറാണ് ഇതിനെല്ലാം വഷളാക്കിയത്. പുള്ളി കാണുന്ന രാജ്യത്തോടെല്ലാം പുള്ളിയെ കാണുമ്പോൾ ചിരിച്ചു കാണിച്ചില്ലെങ്കിൽ എന്നാൽ അവൻ്റെ നികുതി കൂട്ടി, പുള്ളിയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്നില്ലെങ്കിൽ അപ്പം നികുതി കൂട്ടി, പുള്ളിക്ക് നോബൽ സമ്മാനത്തിന് അർഹനുണ്ടെന്നും പറഞ്ഞ് കത്ത് കൊടുക്കാത്ത രാജ്യങ്ങൾക്കൊക്കെ നികുതി കൂട്ടി, തിരിച്ചും നികുതിയായി. അങ്ങനെ നികുതി യുദ്ധത്തിലേക്ക്, ടാക്സ് വാറിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ ഈ താരിഫ് യുദ്ധം ആണ് സത്യത്തിൽ ഇന്ന് ലോകം അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളുടെ ഏറ്റവും അടിസ്ഥാന ഘടകവും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇല്ല എന്നുണ്ടെങ്കിൽ ഇറാൻ അവിടെ ഹോർമൂസ് കടലിടുക്ക് തടയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കക്ഷികളെല്ലാം അമേരിക്കയുടെ നേതൃത്വത്തിൽ കക്ഷികളായിട്ട് പോയിട്ട് ഒന്നായിട്ട് കയറി നിരങ്ങിക്കഴിഞ്ഞാൽ ഇറാൻ ഇല്ല, തീർന്നു. അങ്ങനെ തീരാതിരിക്കുന്നതിൻ്റെ കാരണം ഇതിൻ്റെ ചാമ്പ്യന്മാരായിട്ട് ട്രംപ് മാറുന്നു. ട്രംപ് വട്ടനാണ്, ട്രംപിനെ നമ്പാൻ പറ്റത്തില്ല എന്നുള്ള തോന്നലുണ്ടായി. അതേസമയം അതിനു മുമ്പ് ഹൂതികൾ
അതുവഴി വരുന്ന കടലിടുക്കിൽ കൂടെ വരുന്ന പിന്നെ കപ്പലുകൾ ആക്രമിക്കുന്ന സമയത്ത് ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ഈവൻ ഗൾഫ് രാജ്യങ്ങളായിട്ടുള്ള UAE-യുടെയും ബഹ്റിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ സംയുക്തമായിട്ടുള്ള സേന നിരീക്ഷണം നടത്തുകയും ഇന്ത്യൻ നേവി വരെ അതിൽ ഇടപെടുകയും അങ്ങനെ അവിടെ നിന്ന് കപ്പലുകൾ ചരക്ക് ഗതാഗതം സുഗമമാക്കി നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനെ തകിടം മറിച്ചത് ഇയാളുടെ ഈ ലോക പോലീസ് കളി. ശരിക്കും പറഞ്ഞാൽ ട്രംപ്, നമ്മൾ ലോക പോലീസ് നമ്മൾ പഠിക്കുന്ന കാലത്ത് കേട്ടിട്ടുണ്ട് അമേരിക്കയെക്കുറിച്ച്. പക്ഷേ ലോക പോലീസ് കളി നമ്മുടെ ഓർമ്മയിൽ വന്ന ബിൽ ക്ലിൻ്റൺ, പിന്നെ കുറച്ച് ഭ്രാന്തനാണെങ്കിലും ജോർജ് ബുഷ്, ബരാക്ക് ഒബാമ, പിന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോരുത്തരെ എടുത്ത് നോക്കുമ്പോഴും നമ്മൾ കണ്ടതിൽ ഏറ്റവും ഭ്രാന്തനായ, പിന്നെ ഒരു സ്ഥിരതയില്ലാതെ എന്ത് നിലപാടും എടുത്തു കളയുന്ന, സ്വന്തം രാജ്യ താല്പര്യം പോലും നോക്കാത്ത ഒരു ഭരണാധികാരിയാണ് ട്രംപ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ട്രംപിൻ്റെ ഈ താരിഫ് വാർ വരുമ്പോൾ ആലോചിക്കേണ്ട കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് നമുക്ക് ഓൺ ഡെപ്പോസിറ്റ് ഇല്ല എന്നുള്ളതൊരു ഫാക്റ്റാണ്. നമുക്ക് മറ്റു പലതുമുണ്ട്. നമുക്ക് പുഴയുണ്ട്, നദിയുണ്ട്, നമുക്ക് പാടങ്ങളുണ്ട്, നമുക്ക് പച്ചക്കറി ചെയ്യാൻ പറ്റിയ അന്തരീക്ഷമുണ്ട്, ബാക്കിയുള്ളതുണ്ട്, ഒക്കെ ഉണ്ട്. നമുക്ക് മണലുണ്ട്, കരിമണലുണ്ട്, ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെയും നല്ല മണ്ണുണ്ട്, പാറയുണ്ട്, എല്ലാം ഉണ്ടാകുമ്പോഴും മരങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഈ സാധനം ദൈവം വേണ്ടത് തന്നിട്ടില്ല. ഈ പിന്നെ ക്രൂഡ് ഉൾപ്പെടെയുള്ള ഡെപ്പോസിറ്റുകൾ, ബാക്കിയുള്ള സാധനങ്ങളൊന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഈ അതേപോലെ തന്നെ ഓയിൽ മേഖലയിലും ഗ്യാസ് മേഖലയിലും നമ്മുടെ റിഫൈനറീസ് പലതും ഇപ്പോഴും അതിൻ്റെ പ്രൊജക്റ്റ് കമ്മീഷൻ നടത്താൻ കഴിയാതെ അതിൻ്റെ പലതും പാതി വഴിയിൽ നിൽക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള സ്ഥിതിഗതികളിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മൈനിങ് കൃത്യമായിട്ട് നമുക്ക് നടത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഇവിടെ എക്കണോമിക്കലല്ല മൈനിങ് നടത്തണമെങ്കിൽ. കാരണം മറ്റിടത്ത് 100 മീറ്റർ ആഴത്തിൽ കിട്ടുന്ന സാധനം നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 10 കിലോമീറ്റർ ആഴത്തിൽ കുഴിക്കണം. അപ്പോൾ ഈ മൈനിങ്ങിൻ്റെ എക്സ്പെൻസ് വളരെ കൂടുതലാണ്. കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ അത്രയും ആഴത്തിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സാധനത്തിന് ക്രൂഡാവട്ടെ ബാക്കിയാവട്ടെ അതിൻ്റെ പിന്നെ വില എത്രയാണ് വരുന്നത്? അത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്നതിനേക്കാളും വിലയായിരിക്കും നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നതിന് വരുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഇതിനകത്ത് പിന്നെ ഈ ഇപ്പോൾ സോളാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കുറച്ചുകൂടി കാര്യക്ഷമമാക്കുക. ഇപ്പോൾ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ സോളാറുണ്ട്. അതേപോലെ തന്നെ വാഹനങ്ങൾ, സോളാർ വാഹനങ്ങളുടെ ഇപ്പോൾ ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷനുകളുണ്ട്. അത് സോളാർ ഉൾപ്പെടെ സോളാർ പിന്നെ വൈദ്യുതിയായിട്ട് കൺവെർട്ട് ചെയ്തിട്ട് കൊണ്ടുവരുന്ന രീതിയിലേക്കുള്ള വലിയ അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങൾ കുറേ ഉണ്ട്. ടെറസുകളുണ്ട്. ഇപ്പോൾ അനർട്ടിൻ്റെ ഒരുപാട് പ്രൊജക്റ്റ് ഉണ്ട്. വലിയ ബിൽഡിങ്ങുകളുടെ എല്ലാം ടെറസിൻ്റെ മുകളിൽ അനർട്ട് നമുക്ക് സാമ്പത്തിക സഹായം ചെയ്യും. എന്നിട്ട് നമുക്ക് സോളാർ പാനലുകൾ സ്ഥാപിക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ളത് യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് അവരുടെ ഗ്രിഡിലേക്ക് അവർ വിലയ്ക്ക് മേടിക്കും, KSB മേടിക്കും. അങ്ങനെയുണ്ട്. ഇത്ര പിന്നെ മെഗാവാട്ട് വരെ അവർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിലയ്ക്ക് മേടിക്കും. നമുക്ക് 2-3 വർഷം നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ഫ്രീയുമായി നമുക്ക് ഈ എനർജിയുടെ ഒരു ഡെഫിഷ്യൻസിയെ ഓവർകം ചെയ്യാനും പറ്റും. ഇപ്പോൾ ഇവരിപ്പോൾ വെച്ചിട്ടുള്ള നിർദ്ദേശം എന്ന് പറഞ്ഞാൽ, ഒന്ന് പിന്നെ വർക്ക് ഫ്രം ഹോം എന്നുള്ള സജഷനാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ വർക്ക് ഫ്രം ഹോം എന്ന് പറയുമ്പം അതിനകത്ത് കുറേ അപ്രായോഗികതകളുണ്ട്. സ്കൂൾ തുറക്കാൻ പോവുക, അക്കാദമിക് ഇയർ തുറക്കാൻ പോവുക 10-15 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഹോസ്പിറ്റലുകൾ വർക്ക് ഫ്രം ഹോം നടക്കത്തില്ല. ഹോസ്പിറ്റലുകളിൽ കറണ്ട് ഇല്ലാതിരിക്കാൻ പറ്റില്ല. ഹോസ്പിറ്റലുകൾക്ക് ആവശ്യമായിട്ടുള്ള അവിടെ ഇലക്ട്രിക് ഡെഫിഷ്യൻസി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ കൂട്ടത്തോളം മരണപ്പെടും. അപ്പോൾ ഇതിനെല്ലാം ഇങ്ങനെ മറികടക്കും എന്നുള്ളതിന് വേണ്ടിയിട്ട് ഉള്ള കരുതൽ ശേഖരം അതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് അതിനു വേണ്ടി സെക്യൂറായിട്ട് സൂക്ഷിക്കുകയും ബാക്കിയുള്ളതിന് ആളുകളോട് സ്വന്തം വാഹനങ്ങൾ പരമാവധി പുറത്തെടുത്തിറങ്ങരുത്, പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിക്കണം എന്ന് പറയുമ്പോൾ തന്നെ വിദേശ യാത്രകൾ അനാവശ്യമായത് ഒഴിവാക്കണം എന്നുള്ളതാണ്. അത് കോൺഗ്രസ്സുകാരെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നത്. അവന്മാരിപ്പം മുഴുവൻ ഫ്ലൈറ്റൊക്കെ കയറി നടന്നുകൊണ്ടിരിക്കുക. ഉള്ള ക്രൂഡ് മുഴുവൻ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമ്പോഴത്തേക്ക് കേരളത്തിലെ കോൺഗ്രസ്സുകാരൊക്കെ തീർക്കും. ശരിക്കും പറഞ്ഞാൽ പിന്നെ കേരളത്തിൽ നിന്ന് ദില്ലിക്ക് പോകുന്ന ഫ്ലൈറ്റിനൊക്കെ ക്രൂഡ് കൊടുക്കുമ്പം ബാക്കിയുള്ളതിൻ്റെ 100 ഇരട്ടി വിലയ്ക്ക് കൊടുക്കണം. അവന്മാർ കയ്യിൽ നിന്ന് പൈസ എടുക്കട്ടെ. അവർ കട്ടും മുടിച്ചുണ്ടാക്കിയ പൈസ ഉണ്ടല്ലോ. കാരണം ഏറ്റവും കൂടുതൽ ക്രൂഡിന് ക്ഷാമം ഉണ്ടാക്കുന്നത് ഇപ്പോൾ അവരാ. കാരണം എല്ലാവരും രാവിലെ ദില്ലിക്ക് വൈകിട്ട് തിരിച്ചു വരിക, പിന്നെയും കയറി പോവുക. ഇപ്പം പിന്നെ മുതിർന്ന നേതാക്കളെ വിളിച്ചേക്കുന്നു, മുൻകാല പ്രസിഡന്റുമാരെ വിളിച്ചേക്കുന്നു. ബാക്കിയുള്ള എന്നാൽ പിന്നെ ഈ മദാമയ്ക്കും മക്കൾക്കും മല്ലികാർജുൻ ഖാർഗെക്കും കൂടി ഇങ്ങോട്ടേക്ക് വന്നാൽ പെരുന്നാളിനത്തിന് അവരിവിടെ നിന്ന് തീരുമാനിച്ചാൽ പ്രദീപദാസ് മുൻഷിയും കൂടെ കൂട്ടിക്കോട്ടെ, ബോബനും മോളിലും പട്ടിക്കൂട്ടി പോകുന്ന പോലെ അതിനെയും കൂടെ കൂട്ടിക്കോട്ടെ. എന്നിട്ട് ഇവിടെ നിന്ന് തീരുമാനിക്കട്ടെ. ഇവിടെ നിന്ന് ഒരു 10-25 എണ്ണത്തിന് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകണോ? എത്ര KPCC മുൻ പ്രസിഡന്റുമാരുണ്ട്? അല്ല, ഭാരവാഹികൾ എത്രത്തോളം? എല്ലാ ഭാരവാഹികളോടെ എല്ലാവരോടെ എല്ലാം പിന്നെ ബൈമി കാമുകന്മാരും മുഴുവൻ മന്ത്രി സ്ഥാനത്തേക്കുള്ളവരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ളവരും മുഴുവൻ അവിടെ തന്നെ പോയി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറയുന്നത് കറണ്ട് ചാർജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം വീട്ടിലാകുമ്പോൾ പിന്നെ ഉള്ള എന്തായാലും വീട്ടിൽ കറണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ആ ഉള്ള കൂട്ടത്തിൽ ഇരുന്നിട്ട് വർക്ക് നടക്കട്ടെ, മറ്റേത് ഓഫീസിലേതും കൂടെ യൂസ് ചെയ്യേണ്ട എന്നൊക്കെയുള്ള രീതിയിലുള്ള പിന്നെ വിഷണറി ആയിട്ടുള്ള കാഴ്ചപ്പാട് തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. പിന്നെ നമ്മൾ പുറത്തുനിന്നുള്ള ഗ്രിഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കറണ്ട് അതിലും ഇനി കുറവ് വരത്തില്ലേ? അവർക്ക് പിന്നെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള കറണ്ട് ഇല്ലാതെ അവർ നമുക്ക് കറണ്ട് തരത്തില്ല. മൺസൂൺ എന്ന് പറയുന്നത് നമുക്ക് മൺസൂൺ വരാൻ പോകുകയാണെങ്കിലും തമിഴ്നാട്ടിൽ മൺസൂൺ ഉടനെ വരത്തില്ല.
നമ്മൾ കൂടംകുളം താപവൈദ്യുത നിലയം വന്ന സമയത്ത് ഇവിടുത്തെ സഖാക്കൾക്ക് ഭയങ്കര സമരമായിരുന്നു. വി എസ് അച്യുതാനന്ദൻ അതിർത്തി പോയപ്പോൾ ഒന്ന് പോലീസ് തടഞ്ഞ് തിരിച്ചുവിടുക ചെയ്ത്, തമിഴ്നാട് പോലീസ്. കൂടംകുളം താപവൈദ്യുത നിലയം വന്നു കഴിഞ്ഞാൽ മറ്റേ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഗെയിൽ പൈപ്പ് ലൈൻ വന്നപ്പോൾ പറഞ്ഞ പോലെ ഇവിടെ ആകെ പൊട്ടിത്തെറിക്കുന്ന പറഞ്ഞ പോലെ കൂടംകുളം താപവൈദ്യുത നിലയം ചെർണോബിലിലെ പോലെ വലിയ പൊട്ടിത്തെറിയാവും, വലിയ അണുവികരണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് കൂടംകുളത്തെ കറണ്ട് ഇപ്പം നമ്മൾ മേടിക്കുന്നത്, നമുക്കിവിടെ കറണ്ട് ചെയ്യാതെ വരുമ്പോൾ അവിടെ നിന്നാണ് മേടിക്കുന്നത്. പിന്മാതിരി കാലത്തെ പിന്നോട്ട് നയിക്കുന്നൊരു സ്ഥിതി അവർക്കുണ്ട്. പിന്നെ ഈ പൊട്ടന്മാർ വേണമെങ്കിൽ രാമർ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എടുത്ത് പോകും, രാമർ പെട്രോൾ കണ്ടുപിടിക്കാന്നും പറഞ്ഞിട്ട് പച്ചലയെന്ന് ഉണ്ടാക്കാന്നും പറഞ്ഞിട്ട് അങ്ങനെ പോകും. പ്രാകൃതമായ ആശയങ്ങളിലേക്ക് പിന്നീട് സമ്മതിച്ചായിരുന്നല്ലോ ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ചാണെന്നുള്ളത്. സമ്മതിച്ച് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അയാളെ വേണമെങ്കിൽ ഇപ്പം വേണമെങ്കിൽ തേടിപ്പിടിച്ച് പോകുമെന്ന്, അതിന് മടിക്കത്തില്ലെന്നുള്ളതാണ്. അപ്പം മറ്റു രാജ്യങ്ങൾക്കകത്തും ഇതൊരു വലിയ പ്രശ്നം ഉണ്ടാവും. മറ്റു രാജ്യങ്ങൾക്കകത്തും ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് വരുന്ന ഫ്യൂൾ എക്സ്പെൻസ്, അത് ഫ്യൂൾ എക്സ്പെൻസ് കൂടുന്നതിനനുസരിച്ച് ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് ചാർജ് കൂടും. അവർക്ക് ഇത് ഓപ്പറേഷൻ കൃത്യമായിട്ട് നടക്കണ്ടേ, അതിനകത്ത് നടക്കുമ്പോൾ അവർക്ക് കോസ്റ്റ് കൺട്രോൾ വേണ്ടേ. അവിടെ അവരുടെ ഫിനാൻസ് കൺട്രോളേഴ്സ് അവർ ടിക്കറ്റിൻ്റെ അകത്ത് വലിയ ഹൈപ്പ് ഉണ്ടാവും ആ സമയത്ത് ടിക്കറ്റ്. അപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്ന ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് 2 ലക്ഷം രൂപയായിട്ട് മാറും. ഇപ്പം തന്നെ ദുബൈക്ക് 20,000-15,000 കിടന്നിരുന്നു, ഇപ്പോൾ 64,000 അത്രയായിട്ടുണ്ട്. അതും ഓഫ് സീസണിൽ എത്തിയിട്ട്. സീസൺ കഴിഞ്ഞു, കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പം സീസൺ അല്ല. ഇവിടെ നിന്ന് അങ്ങോട്ട്, അവിടെ നിന്ന് ഇങ്ങോട്ടും ഇപ്പം സീസൺ അല്ല, കാരണം അവിടെ സമ്മർ ആയിട്ടില്ല. അവിടെ നിന്ന് ആൾക്കാർ മക്കൾ ഇവിടെയുള്ള കുടുംബം ഇവിടെ ഉള്ളവർ വെക്കേഷന് പിള്ളേരെ ചെലവഴിക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്. അത് തന്നെ ഇലക്ഷന് മുമ്പ് മിക്കവാറും പേരൊക്കെ വന്ന് ഇപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്താണ് ഈ ഒരു ഹൈപ്പ് ഇവിടെ വരുന്നതെന്നുള്ളതാണ്. ഇത് പഴയ കാലത്തെ പോലെ വിറകും കത്തിച്ചിട്ട് പോകാൻ വിറകും കിട്ടാനില്ല, കൽക്കരി കിട്ടാനില്ല, ഒരു സാധനവും കിട്ടാനില്ല. അപ്പോൾ പിന്നീട് ഉണ്ടാകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തടാകങ്ങൾ ഒരുപാടുണ്ടാകുമ്പം ഈ ഫ്ലോട്ടിംഗ് സോളാർ സിസ്റ്റം കൊണ്ടുവരാൻ പറ്റും. അത് വെള്ളത്തിൽ ഒഴുകി കിടക്കും. ഇപ്പം നെടുമ്പാശ്ശേരിയിൽ വെച്ച പോലെ നമുക്ക് ഒഴിഞ്ഞ സ്ഥലങ്ങൾ എല്ലായിടത്തും ഇല്ല. സോളാർ പ്ലാന്റേഷൻസിനെ കുറിച്ച് ചിന്തിക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഡിസേർട്ടുകളിൽ, സഹാറ ഡിസേർട്ടിലൊക്കെ ഇപ്പോൾ ഉള്ളിടത്ത് വലിയ പ്ലാന്റുകൾ തുടങ്ങി സോളാർ സിസ്റ്റം അവിടെ കൊണ്ടുവന്ന് സോളാർ പാനലുകൾ സ്ഥാപിച്ച് അവിടെ നിന്ന് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലേക്ക്, വിവിധ ഗ്രിഡുകളിലേക്ക് അതിന് സപ്ലൈ ചെയ്യുന്ന രീതിയിലൊക്കെയൊക്കെ പ്ലാൻ ചെയ്യാവുന്നതാണ്. അതല്ലാതെ ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇതിന് പരിമിതിയുണ്ട്. കേരളത്തിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കായലുകളിലേ പറ്റുള്ളൂ. കായലുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് അതിനുള്ള സോഴ്സ്. കാരണം നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന പരമാവധി അതിന് വേണ്ടിയിട്ടുള്ള ഒഴിഞ്ഞ സ്ഥലങ്ങളുള്ള പ്രദേശങ്ങളെന്ന് പറയുന്ന കായല, ബാക്കിയുള്ളത് വയലും. അത് തരിശുഭൂമി ഇഷ്ടംപോലെ. ഈ തരിശുഭൂമി അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. തരിശുഭൂമി എല്ലാം അടിസ്ഥാനപരമായി രേഖയ്ക്കകത്ത്, ഭൂമിക്ക് അതിൻ്റെ രേഖയ്ക്കകത്തും ആധാരത്തിനകത്തും അതെല്ലാം തണ്ണീർ തടങ്ങളാണ്. അതുകൊണ്ടാണ് ഈ തരിശ് ഭൂമിയിൽ കെട്ടിടം വെക്കാൻ പറ്റാത്തത്. ഒരു വീട് പോയി വെക്കാൻ പറ്റത്തില്ല. പഞ്ചായത്തിലാണെങ്കിൽ 10 സെന്റ്, മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ 5 സെന്റ് മണ്ണിട്ട് നികത്താൻ പറ്റുള്ളൂ. ഈ റബ്ബർ കൃഷിയൊക്കെ ഭയങ്കര നഷ്ടത്തിലല്ലേ? അപ്പൊ ഈ കുറെ റബ്ബറൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് അവിടെ വേണമെങ്കിൽ ഈ സോളാർ സെറ്റ് ചെയ്യാം. അല്ല, ഇതൊന്നും എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ലോ, പെട്ടെന്ന് നടക്കില്ല. അതായത് ഈ 60 ദിവസം കൊണ്ട് ഇതിനൊന്നും മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത് കോസ്റ്റ് കൺട്രോളിലേക്ക് പോവുക, ഉപയോഗത്തിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ പല സ്ഥലത്തും ഇപ്പോൾ ഇവർ തന്നെ ഇപ്പോൾ കൃഷിയെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ വെള്ളം കൃഷിക്ക് വേണ്ടിയിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്. ഈ കൃഷി നടത്തി ഉണ്ടാക്കുന്ന സാധനം നമ്മൾ വെള്ളത്തിന് ലഭ്യത കുറയുമ്പം ഡാമിലെ വെള്ളനിരപ്പ് കുറയുന്നു. ഈ വെള്ളം പമ്പ് ചെയ്യാൻ നമുക്ക് ഇലക്ട്രിസിറ്റി വേണം. അങ്ങനെ ഈ സാധാരണ ജലസംഭരണിയായിട്ട് മാത്രമുള്ളത്, അതായത് പവർ പ്രൊജക്റ്റുകളില്ലാത്ത മൂലമറ്റം പോലെയോ ഇടുക്കി പോലെയോ അല്ലാത്ത സ്ഥലത്ത് നിന്ന് നമുക്ക് വെള്ളം വരണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ചുമ്മാ ഒഴിച്ചു വരുമൊന്നുമില്ല. ഇത് പമ്പ് ചെയ്യണം, അതിന് കനാല് വേണം, കാര്യങ്ങൾ വേണം, ഒക്കെ വേണം. അങ്ങനെ വെള്ളമല്ലാതെ വെള്ളം എപ്പോഴും മേളിൽ നിന്ന് കീഴ്പോട്ടേ ഒഴുകത്തുള്ളൂ വെള്ളം. അത് ഗ്രാവിറ്റേഷണൽ തിയറി പ്രകാരം. അല്ലാതെ അവിടെ വെള്ളം നിൽക്കുന്നത് കണ്ട് വെള്ളം ഇഷ്ടമുള്ള വഴിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന് പമ്പ് വേണം, അതിന് വാൾവ് വേണം, അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ വേണം, അതിന് ഇലക്ട്രിസിറ്റി അതിന് മസ്റ്റാണ്. അപ്പം മാത്രമല്ല, ഈ ഉണ്ടാക്കുന്ന നമ്മളെ കാർഷികോൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളാണ്. നമ്മുടെ കാശ്മീരി ആപ്പിൾ പോലും അവസാനം ഇവിടെ കിടന്ന് ചീഞ്ഞ് കിടക്കും. ഇവിടെ ശ്രീനഗറിലൊക്കെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ 10 രൂപ കൊടുത്താൽ ഒരു ചാക്കിനകത്ത് ആപ്പിൾ എടുത്ത് മേടിച്ചുകൊണ്ട് തിരിച്ചു പോരാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തും. കാരണം ലോകത്തെ ഏറ്റവും വില കൂടിയ ആപ്പിളാണ് കാശ്മീരി ആപ്പിൾ. അതിൻ്റെ വില കുറയും എന്നുള്ളത്, നമ്മുടെ കാന്താരിയുടെ വില കുറയും. കാരണം ഇത് നമുക്ക് ഇവിടെ ഫ്രീസറിനകത്ത് സൂക്ഷിക്കാനുള്ള സൗകര്യം നമുക്ക് കറണ്ടിൻ്റെ ലഭ്യത കുറയുമ്പോൾ നമുക്കുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഇത് വലിയ അപകടത്തിലേക്ക് പോകും. പിന്നെ ഈ ഗൾഫ് രാജ്യങ്ങളാവട്ടെ, അവർ ഇതിനകത്തൊരു സ്വയം പര്യാപ്തത ഏറെക്കുറെ കൈവരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എത്യോപ്യ ഉൾപ്പെടെയുള്ള, സുഡാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലങ്ങൾ
അവർ പാട്ടത്തിനെടുത്തിട്ട് അവരവിടെ കൃഷി ഇറക്കുന്നുണ്ട്. അങ്ങനെയുള്ള പല രാജ്യങ്ങൾക്കകത്തും ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ അവർ ചെയ്യുന്നുണ്ട്, അങ്ങനെ വരുന്നുണ്ട്. ആ ഒരു മാറ്റത്തിലേക്ക് അവർ പോയത് ഖത്തറിനെതിരെ ബഹ്റിനും ഈജിപ്തും UAE-യും സൗദി അറേബ്യയും കൂടി ഒരു ഉപരോധം പ്രഖ്യാപിച്ചു. മുർസി പിന്നെ അവിടെ വേണ്ടാത്ത കാണിച്ചിട്ട് മുർസി അവിടെ മതരാഷ്ട്രമാക്കാൻ വേണ്ടി നോക്കിയതിനും മുർസിയെ പിടിച്ച് ജയിലിലിട്ട് അയാൾ ജയിലിൽ കിടന്ന് ചാകുകയും ചെയ്തു. അന്ന് പിന്നെ ഖത്തറിനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഖത്തർ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങിയത്. പക്ഷേ ഖത്തറിന് പോലും സഫീഷ്യൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളില്ല. അവർക്ക് പോലും ഇനിയിപ്പോൾ അവർക്കുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അവരുടെ വാട്ടർ പ്യൂരിഫിക്കേഷൻ, അവർ കടൽ വെള്ളം ശുദ്ധീകരിച്ചിട്ട് ഇവരെല്ലാം കഴിയുന്നത് ഗൾഫ് രാജ്യങ്ങൾ. അല്ലാതെ അവിടെ സ്വീറ്റ് വാട്ടർ അല്ലാതെ കിട്ടാനില്ല, കടൽ വെള്ളം ശുദ്ധീകരിക്കണം. അപ്പോൾ അവർക്ക് കിട്ടുന്ന സാധനങ്ങൾ അവർക്ക് അതുമല്ല, അവരുടെ പല പ്ലാന്റുകളും ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുക. അവരുടെ പല കേന്ദ്രങ്ങളും കടലിനകത്തുള്ള പല കേന്ദ്രങ്ങളും അവർ പൂട്ടിയിട്ടിരിക്കുക. കാരണം ഈ ഇറാനിൽ നിന്ന് അക്രമം വരുന്നു എന്നുള്ളതുകൊണ്ട്. പിന്നെ അവർക്ക് കിട്ടുന്ന സാധനം അവരുടെ കരുതൽ സ്റ്റോക്ക് അവർക്ക് ഈ വെള്ളം പ്യൂരിഫിക്കേഷനും അവരുടെ നാട്ടിലെ കറണ്ടിനും വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് എത്തും. അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മളെ വല്ലാതെ നെഗറ്റീവായിട്ട് ബാധിക്കും. നമ്മളുടെ അടുത്ത അപകടം എന്ന് പറയുന്നത് നമ്മുടെ തൂത്തുക്കുടി പോർട്ട്, നമ്മുടെ വിഴിഞ്ഞം പോർട്ട്, നമ്മുടെ അഹമ്മദാബാദ് പോർട്ട്, ഇവിടെ ഒന്നും ഒരു കപ്പലും വരാനുണ്ടാവില്ല. കൂടുതൽ കപ്പലുകൾ വരാനുള്ള സാധനങ്ങളും കൊണ്ട് വരാനുണ്ട്. ഈ കപ്പലുകൾക്കൊന്നും വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും. ഇതെല്ലാം അടഞ്ഞു കിടക്കും. അവിടെ കിടക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾ തൊഴിലില്ലാത്തവരായിട്ട് മാറും. അതേപോലെ തന്നെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ മേഖല, നമ്മുടെ വാഹനങ്ങൾ, വണ്ടികളൊക്കെ വെറുതെ കിടക്കും, സ്തംഭിച്ചു പോകും. ഡ്രൈവർമാർക്ക് പണി ഉണ്ടാവില്ല, അതിൻ്റെ ഓണർമാർക്ക് വണ്ടിയിൽ അടമടയ്ക്കാൻ പറ്റില്ല. നമ്മളെ ലോജിസ്റ്റിക്സ് മേഖല തകർന്ന് തരിപ്പണമായി പോകും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഗൾഫിലെ ഈന്തപ്പഴം പോലും അവസാനം ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്ക് 100 രൂപയ്ക്ക് 10 കിലോയൊക്കെ മേടിച്ചുകൊണ്ട് വരാം. കാരണം ഈ ഈന്തപ്പഴം മേടിക്കാൻ ഉള്ള പർച്ചേസിങ് കപ്പാസിറ്റി അവിടെ ഉണ്ടാവത്തില്ല. അവൻ്റെ സാലറിയിൽ കോസ്റ്റ് കൺട്രോൾ വരും. അവിടെ ഫിനാൻസ് കൺട്രോളർമാർ കൃത്യമായിട്ട് ഇടപെടും. അപ്പോൾ അവരെല്ലാം കോസ്റ്റ് കൺട്രോളിലേക്ക് പോകും. അവർക്ക് സഫർ ചെയ്യാൻ പറ്റാത്ത രീതിയിലാവും. അപ്പോൾ 10,000 റിയാൽ ശമ്പളം ഉള്ളവന് 8,000 റിയാലായിട്ട് അങ്ങ് ചുരുക്കും. അങ്ങനെ ചുരുക്കുന്ന സമയത്ത് അവിടെ ക്രയശേഷി കുറയും. അതോടൊപ്പം തന്നെ അവിടുത്തെ വിൽപ്പനകൾ, കാരണം അവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നുള്ള വിൽപ്പനകൾ കുറയും. അത് കുറയുന്ന സമയത്ത് ചീപ്പായിട്ട് ഈന്തപ്പഴമൊക്കെ മേടിച്ചുകൊണ്ട് വരാം, സിഗരറ്റും മേടിച്ചുകൊണ്ട് വരാം എന്നുള്ളത് മാത്രമാണ്. പിന്നെ അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് പോലെയുള്ള സംഭവങ്ങൾ നമുക്ക് കുറച്ചുകൂടെ ചീപ്പായിട്ട് കിട്ടും വേണമെങ്കിൽ പൈസ ഉള്ളവന്. അതേസമയം തന്നെ പാലുൽപ്പന്നങ്ങൾ, ഇറച്ചി, മീൻ, ഇതിൻ്റെ വില ഗൾഫ് രാജ്യങ്ങളിൽ വല്ലാതെ വർദ്ധിക്കും. അവർക്കിതില്ലാതെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അവർക്ക് മീൻ കൊണ്ടിരുന്ന ആരാ? അവരുടെ മീനെന്ന് പറഞ്ഞാൽ അവിടെ നിന്നുള്ള മീന് ഉണ്ട്. അവിടുത്തെ ഒരുപാട് നല്ല മീനുകളുണ്ട്. അതിന് പുറമെ മീൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഖത്തറിലും ദുബായിലും ഒക്കെ മീൻ വരുന്നത്, ഒമാനിൽ നിന്ന് വരെ മീൻ വരുന്നുണ്ട്. പിന്നെ ഈ മീൻപിടുത്ത തൊഴിലാളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് കൂടുതൽ പേര് ആ മേഖലയെ വർക്ക് ചെയ്യുന്നവർ, അല്ലാതെ അറബികളൊന്നുമല്ല. അപ്പം ഇതിൻ്റെ എല്ലാം വില വർദ്ധിക്കുമെന്നുള്ളതാണ്. ഖത്തർ ഉപരോധത്തിന് ശേഷം യുക്രൈൻ റഷ്യൻ വാർ പോലും നമ്മളെ വേണ്ടത്ര ബാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കേരളത്തെ ഏറ്റവും ഡയറക്റ്റായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള, ഇന്ത്യയെ തന്നെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഈ ഇറാനുമായിട്ടുള്ള ഈ പ്രശ്നം നീണ്ടുപോയാൽ അതിന് ഉടനടി പരിഹാരം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത്. അവിടെ ട്രംപ് ചെയ്യേണ്ടത്, ഈ അടുത്ത ഒരു ലോകമഹായുദ്ധം ഇന്ധനത്തിന് വേണ്ടിയിട്ടുള്ളതായിട്ട് മാറാതിരിക്കണമെന്നുണ്ടെങ്കിൽ ട്രംപ് ചെയ്യേണ്ടത് ഈ ദുർവാശിയും ട്രംപിനെ നല്ലൊരു ഡോക്ടറെ കാണിച്ച് ചികിത്സിക്കുകയും അത് ചികിത്സിച്ചതിന് ശേഷം നമ്മളെ PRM ഷെഫീർ നമ്മളെ മറ്റേ സുഹൃത്തിനെ കുറിച്ച് പറഞ്ഞ പോലെ ഞരമ്പ് രോഗത്തിനുള്ള ചികിത്സ നടത്തുകയും അങ്ങനെ ട്രംപിൻ്റെ ചികിത്സ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ ചികിത്സ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ട്രംപിൻ്റെ കൂടെ ബാക്കി യൂറോപ്യൻ രാജ്യങ്ങൾ, ജർമ്മനി, ഫ്രാൻസ്, ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് ഇറാനെ നിരക്കി നിർത്തും. അതല്ല, ട്രംപ് ഇറാനെയും വെല്ലുവിളിക്കുക, ഇവരെയും വെല്ലുവിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ് ഹിം സഫർ, ലെറ്റ് അമേരിക്ക സഫർ എന്നുള്ള നിലപാടിലേക്ക് ബാക്കിയുള്ള രാജ്യങ്ങളെത്തും. അതിൻ്റെ ഫലം ഇറാനിൽ ഒരു വിപ്ലവം ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ അതിൽ നിന്ന് മാറി അമേരിക്കയിൽ ഒരു വിപ്ലവം ഉണ്ടാകാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.